ഗായ്സ്, അസ്സലാമു അലൈക്കും. അന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഒരു കോഴിക്കോടൻ ഫിഷ് ബിരിയാണി, അധികം മസാലകളൊന്നും ഇല്ലാത്ത എന്നാൽ മീനിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്ന ഒരു ഫിഷ് ബിരിയാണി. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫിഷിന് മസാല തേച്ച് മാറ്റി വെക്കണം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരുംജീരകപ്പൊടി, വിനീഗർ ആൻഡ് കോൺഫ്ലവർ. ഈ കോൺഫ്ലവർ ഇടുന്നത് എന്തിനാ വെച്ചാൽ മീൻ പൊടിയാണ്ടൊക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫിഷ് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടിങ് അവിടെ തന്നെ കിടക്കും. ആ മസാല കോട്ടിങ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനാട്ടോ നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഒരു 15 മിനിറ്റ്സ് ഇത് കായം തേച്ച് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ വയ്ക്കുക. ഓയിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ചോറിലേക്കും റൈസിലേക്കും മസാലയിലേക്കുള്ള ഓയിൽ ഇതിൽ തന്നെ നമ്മൾ എടുക്കണം. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ നെയ്ച്ചോറിന് വേണ്ടി യൂസ് ചെയ്യുക കേട്ടോ. ഉള്ളിയിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റണം. അധികം ഓയിൽ കിടന്നാൽ അത് കരിഞ്ഞു പോകും. ശേഷം ബാക്കി കുറച്ച് ഓയിൽ നമ്മൾ നെയ്ച്ചോറിനുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് നമ്മളൊരു ഭാഗം ഫ്രൈ ചെയ്താൽ മതിയാവും. അത്യാവശ്യം പെട്ടെന്ന് ഫ്രൈ ആവും, കാരണം ക്രിസ്പി ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു പാനിലേക്ക് നമ്മൾ ഈ പൊരിച്ച ഓയിൽ തന്നെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഉള്ളി നല്ലോണം വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുകയാണ്. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്യുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫിഷ് ബിരിയാണിലും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് ബിരിയാണിലും പച്ചമുളക് കുറച്ച് മാത്രം മതി, കാരണം മുളക് പൊടീൻ്റെ ഇതുണ്ട്. പിന്നെ വേറെ എരിവിനായിട്ട് നമ്മളൊന്നും ഇടുന്നില്ല. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം, ഈ 3 പൊടികൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ബിരിയാണിയിലേക്ക്. നല്ലോണം സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ചപ്പ്, പുതിന, കരിവേപ്പില ഈ 3 സാധനം കൂടി ആഡ് ചെയ്തിട്ട് മസാല ഇവിടെ മാറ്റി വെക്കുക. ഈ സമയം നമുക്ക് മറ്റൊരു പാനിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓയിലും പട്ട, ഏലക്കായ്, ഗ്രാമ്പു വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ അടുത്തില്ല. സോ അതിലേക്ക് ഇട്ടിട്ട് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം വേണം. അതും കൂടി നല്ലോണം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് നമ്മൾ കഴുകി വെച്ച അരി, ഞാൻ ജീരകശാല അരി ആട്ടോ എടുത്തിട്ടുള്ളത്, അതെല്ലാം കൂടി നമ്മൾ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഏകദേശം വെള്ളം വറ്റി കഴിഞ്ഞ ശേഷം നമ്മളൊരു മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ പെർഫെക്റ്റായിട്ട് നമ്മൾ നെയ്ച്ചോറാവും. ഈ സമയത്ത് നമുക്ക് ബിരിയാണി ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ച മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പകുതി ഗ്രേവി മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാട്ടോ നമ്മൾ ഗ്രേവി ഇടുന്നത്. ശേഷം അതിന് മുകളിൽ ഒരു ലെയർ ബിരിയാണി റൈസ് ഇടുക. ശേഷം കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, എൻ്റെ കയ്യിലുള്ള ഗരം മസാല അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഗരം മസാല ആണ്, അതുകൊണ്ട് വളരെ കുറച്ച് മതി. ശേഷം ബാക്കി വരുന്ന റൈസും കൂടി തട്ടി കൊടുത്തിട്ട് പിന്നെയും ഒരു ലെയർ സവോള അരിഞ്ഞിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് അവിടെ വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് നെയ്ച്ചോറ് വേറെയും ഫിഷ് വേറെയും ആയിട്ട് മാറ്റി സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലധികം മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ ഞാൻ സൈഡാക്കി വെച്ചത് ചമ്മന്തിയും പിന്നെ അച്ചാറും യോഗേർട്ടും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. അതുവരെ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.